ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച തിയേറ്ററിലെത്തുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട മലയാള സിനിമ ഇന്ന് തിയേറ്ററിലെത്തുകയാണ്. ടോവിനോ തോമസ് മുഖ്യ കഥാപാത്രമായി ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന നടികർ എന്ന സിനിമയാണ് ഇന്ന് തിയേറ്ററിലെത്തുന്നത്. വലിയ ഹൈപ്പോ പ്രൊമോഷനോ ഒന്നും കൂടാതെ തന്നെയാണ് ഈ സിനിമ തിയേറ്ററിലെത്തിയിട്ടുള്ളത്. 1000-ഓളം സ്ക്രീനുകളാണ് ഇന്ന് ഈ ചിത്രത്തിൽ ചാർട്ട് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഭാവന ഈ ചിത്രത്തിൽ മികച്ച ഒരു കഥാപാത്രം കൈകാര്യം ചെയ്യുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. സൗബിൻ ഷാഹിർ, ഷൈൻ ടോം ചാക്കോ, സുരേഷ് കൃഷ്ണ, അനൂപ് മേനോൻ, ദിവ്യ പിള്ള, ഇന്ദ്രൻസ് എന്നിങ്ങനെ മികച്ച ഒരു താരനിരയും ഈ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട്. ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയായ നടികറിന്റെ പ്രീ സെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇന്നലെ രാത്രി 10 മണി വരെയുള്ള റിപ്പോർട്ട് പ്രകാരം 35 ലക്ഷം രൂപ മാത്രമാണ് ഈ ചിത്രത്തിന് കേരള ഗ്രോസ് ലഭിച്ചിട്ടുള്ളത്. 2 മണിക്കൂർ 22 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമ രാവിലെ 9 മണി മുതലാണ് കേരളത്തിൽ പ്രദർശനം ആരംഭിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ അഭിപ്രായങ്ങൾ അറിയാൻ നമുക്ക് കാത്തിരിക്കാം. നിവിൻ പോളി നായകനായി May 1 തിയേറ്ററിലെത്തിയ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയിലേക്ക് വന്നാൽ ചിത്രത്തിന്റെ രണ്ടാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച ആദ്യ ദിവസത്തെ അപേക്ഷിച്ച് കളക്ഷനിൽ ഇടിവുണ്ടായിട്ടുണ്ട്. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ആദ്യ ദിവസം കേരള കളക്ഷനായി നേടിയത് 2,53 ലക്ഷം രൂപയായിരുന്നു. രണ്ടാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച ഈ ചിത്രം കളക്ട് ചെയ്തത് 1,30 ലക്ഷം രൂപയാണ്. അങ്ങനെ 2 ദിവസം പിന്നിടുമ്പോൾ 3,83 ലക്ഷം രൂപയാണ് ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ്. 2 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 7.5 കോടിയോളം രൂപയുമാണ്. മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി ഇപ്പോഴും മുന്നേറുന്നത് ഫഹദ് ഫാസിൽ നായകനായി ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശം എന്ന സിനിമ തന്നെയാണ്. 22 ദിവസം പിന്നിട്ടിരിക്കുന്ന ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി മാത്രം 68 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട് കളക്ഷനായി മാത്രം 22 ദിവസം കൊണ്ട് 9 കോടി നേടിയെടുത്ത ഈ സിനിമ 22 ദിവസം പിന്നിട്ട് ഇന്ന് 23ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 138 കോടി രൂപയാണ്. അതേസമയം ദിലീപ് നായകനായി വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന പവി കെയർ ടേക്കർ എന്ന സിനിമ കൃത്യം 7 ദിവസം പിന്നിട്ട് ഇന്ന് 8ാം ദിവസമായ വെള്ളിയാഴ്ചയിലേക്കാണ് കടക്കുന്നത്. 6ാം ദിവസമായ ബുധനാഴ്ച ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 65 ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തതെങ്കിൽ 7ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ചയിലെ ചിത്രത്തിന്റെ കളക്ഷൻ 35 ലക്ഷം രൂപയായി ഇടിയുകയാണ് ഉണ്ടായത്. 7 ദിവസം കൊണ്ട് അങ്ങനെ കേരള ഗ്രോസ് കളക്ഷനായി ഈ ചിത്രം 5.5 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 7.5 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 10 കോടിക്കടുത്ത് ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വിജയിക്കാൻ സാധ്യതയില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇനി മലയാള സിനിമയിലെ ഏറ്റവും വലിയ റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത മഞ്ഞുമൽ ബോയ്സിന്റെ റിപ്പോർട്ടിലേക്ക് വന്നാൽ May 5 ഞായറാഴ്ചയോടെ ഈ ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTTയിലേക്ക് വഴിമാറുകയാണ്. ലോകമെമ്പാടുമായി 237 കോടി 50 ലക്ഷം രൂപയാണ് ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.